സാജു വിശദാംശങ്ങൾ നൽകും. സാജു, പടിയിറക്കത്തിന് നാണം കെട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ പടിയിറക്കത്തിന് പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ ചാറ്റുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട സംസാരമാണ് ഈ ചാറ്റുകളുടെ ഇതിന്റെ വിശ്വാസ്യത എത്രത്തോളമാണ്, ഇത് സംബന്ധിച്ച് എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതായ ചില ശബ്ദ സന്ദേശങ്ങൾ, അത് ഒരു യുവതിയുമായുള്ള രാഹുൽ മാങ്കൂട്ടം നടത്തുന്ന ഈ സമാനമായ രീതിയിലുള്ള ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നിരുന്നു. അതുപോലത്തെ തന്നെ ഒരു ചാറ്റാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതും ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. എന്തുകൊണ്ട് മരുന്ന് കഴിച്ചില്ല, അപ്പോൾ അതിന് പറയുന്ന മറുപടി, അതിന് തിരിച്ചു നടത്തുന്ന മറുപടികൾ, ഇങ്ങനെ പോകുന്ന ഒരു ചാറ്റാണ് നമ്മുടെ സ്ക്രീനിൽ അത് കാണാൻ കഴിയുന്നുണ്ട്. ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന പരാതികൾ രാഹുൽ മാങ്കൂട്ടം ലഘൂകരിച്ചതുപോലെയല്ല എന്ന് വിശദീകരിക്കപ്പെടുന്ന രീതിയിലുള്ള ചാറ്റുകളാണ് പുറത്തു വരുന്നത്. ഈ ചാറ്റിൽ ഇന്നലെ ഞാൻ മെഡിസിൻ കഴിച്ചിരുന്നെങ്കിൽ ഉണ്ടാകാവുന്ന കോൺസിക്വൻസ് എന്തായിരുന്നു അറിയുമോ, എന്താ സംഭവം എന്ന് ചോദിക്കുന്നു. ഒരിക്കലും ഡോക്ടറുടെ പ്രസൻസ് ഇല്ലാതെ ഇത് കഴിക്കാൻ പറ്റില്ല, ഡോക്ടർ അവൈലബിൾ ആയാൽ മതിയെന്ന് അതിന് മറുപടി വരുന്നു. ഹെവി ബ്ലീഡിംഗ് ആണ്, മറ്റും കോൺസിക്വൻസ് ഉണ്ടാകും, പ്രസൻസ് ഒന്നും വേണ്ട എന്ന് അതിന് മറുപടി പറയുന്നു എന്നൊക്കെ പറഞ്ഞു പോകുന്ന ഒരു ചാറ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ ഒന്നുമല്ല, അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ കേസ് കൊടുത്തിരിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നത് ഒരു അഭിഭാഷകനാണ്, അത് കൊച്ചിയിലാണ്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമ്മുടെ കൊച്ചി ബ്യൂറോ ലഭ്യമാക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും പരാതിക്കാരും തന്നെ ഇതുവരെയും പരാതിയുമായി പോലീസിലേക്കൊന്നും പോയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നേരത്തെ അതുതന്നെയാണ് രാഹുൽ മാങ്കൂട്ടവും എടുത്തു ചോദിച്ചിരുന്നത്. തനിക്കെതിരെ നിയമപരമായി എവിടെയെങ്കിലും പരാതികൾ ഉണ്ടോ എന്ന ചോദ്യമായിരുന്നു അദ്ദേഹം ഉയർത്തിയിരുന്നത്. അതിന് ഇപ്പോൾ, അതായത് ഇതിന്റെ ഇരകളായി മാറിയവർ ആരും തന്നെ പരാതിയുമായി പോയിട്ടില്ല എന്നാണ് നമുക്ക് ഇതുവരെയുള്ള വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. സൈഫുദ്ദീൻ. ശരി സാജു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും ഒരു യുവതിയും തമ്മിലുള്ള ഓഡിയോ സംഭാഷണവും പുറത്ത്. ഗർഭഛിദ്രം നടത്തണമെന്ന് രാഹുൽ പറയുന്നതാണ് ഓഡിയോയിലുള്ളത്. ഇരയുടെ ശബ്ദത്തിൽ മാറ്റം വരുത്തിയാണ് ഞങ്ങൾ നൽകുന്നത്. ആരും പറഞ്ഞില്ലല്ലോ. ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞല്ലോ. ആ കൊച്ചിനെ കാണുന്നവരെല്ലാം തന്തയില്ലാത്തവൻ തന്ത ഉണ്ടോ ഇല്ലേ? തന്തയില്ലാതൊരു കൊച്ചു പൂവിലോട്ട് പൊട്ടി വീഴുമോ? പിന്നെ ആ കൊച്ചു ആരെ ചൂണ്ടിക്കാണിക്കുന്നേ? അത് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞോളാം, മറ്റുള്ള ആരോട് എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ആ കൊച്ചിനെ ആരെ ചൂണ്ടിക്കാണിക്കും? അത് എന്നെ ചൂണ്ടിക്കാണിക്കും, പിന്നല്ലാണ്ട് വേറെ ആര് ചൂണ്ടിക്കാണിക്കാനാണ് എനിക്കിരിക്കുന്നത്? അത്തരം ബുദ്ധിമുട്ടുകളാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതെനിക്ക് അതെനിക്ക് ബുദ്ധിമുട്ടാകത്തില്ല. അതിനെങ്ങനെ തന്നെ ബുദ്ധിമുട്ടാക്കുന്നത്? പിന്നെ അല്ലാതെ ബുദ്ധിമുട്ടാകാതിരിക്കാൻ